അമേരിക്ക യുദ്ധത്തിന്റെ ഭാഗമായി മാറുമെന്ന ആശങ്കയ്ക്കിടെ ഇസ്രായേലിന് നേർക്ക് ഇന്ന് വെളുപ്പിനും ഇറാന്റെ മിസൈൽ ആക്രമണം. ടെലവീവിൽ മിസൈലുകൾ നാശം വിതച്ചു. തെഹ്റാന് നേരെ ആക്രമണം തുടരുന്നതായി ഇസ്രായേൽ. രാത്രി ചേർന്ന US ദേശീയ സുരക്ഷാ സമിതി യോഗം ഇറാനെതിരെ രംഗത്തിറങ്ങാൻ തീരുമാനിച്ചതായാണ് വിവരം. ഇതോടെ മേഖല ഭയാശങ്കയിലാണ്. ചേരുന്നുണ്ട്. ഇറാനെതിരെ യുദ്ധത്തിൽ ഇടപെടാനുള്ള നീക്കം അപകടകരമെന്ന് ഡൊണാൾഡ് ചൂണ്ടിക്കാട്ടി ട്രംപിന്റെ സ്വന്തം പാർട്ടിക്കാരായ റിപ്പബ്ലിക്കൻ പ്രതിനിധികളും രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും എല്ലാ വാർത്തകളുടെ വിശദാംശങ്ങളും വളരെ സമഗ്രമായി നോക്കാം. എന്തൊക്കെയാണ് മേഖലയിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളടക്കം വളരെ വിശദമായി തന്നെ നോക്കേണ്ടതുണ്ട്. ആദ്യം BK സുഹൈലിലേക്കാണ്. സുഹൈൽ, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയും വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ടെഹ്റാനെതിരെയും ടെലവീവിനെതിരെയും ഒക്കെ ആക്രമണം കടുപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് US അടക്കം രംഗത്തിറങ്ങുമോ എന്നൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. ഇന്നത്തെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ, അതായത് കൂടുതൽ അപകടങ്ങൾ, കൂടുതൽ മരണ ഉയരുന്നതായുള്ള വിവരങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ വിവരങ്ങളാണ് ഇന്നലത്തെ ആക്രമണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്? സുഹൈൽ, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നു. രണ്ട് വാക്കുകൾ. ഒന്ന്, ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖാംനായിയുടെ വാക്കാണ്. യുദ്ധം തുടങ്ങുന്നു എന്ന് ഖാംനായി പറയുന്നു. മറുഭാഗത്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ ഒരു മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഖാംനായിയുടെ ഈ വാക്കുകൾ. ഡൊണാൾഡ് ട്രംപിന്റെ സോഷ്യൽ ട്വീറ്റ് അദ്ദേഹം പറഞ്ഞത് അൺകണ്ടീഷണൽ സറണ്ടർ വേണം ഈ വിഷയത്തിൽ ഇറാൻ്റേത് എന്നുള്ളതാണ്. ഉപാധിരഹിതമായി അമേരിക്കക്കും ഇസ്രായേലിന് മുമ്പിൽ ഇറാൻ കീഴടങ്ങണം എന്ന് ട്രംപ് പറയുന്നു. അപ്പോൾ ഈ രണ്ട് വാക്കുകളും യുദ്ധത്തെ കൂടുതൽ കലുഷിതമാക്കാൻ പോകുന്ന സംഭവവികാസങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കാരണം രണ്ട് വിഭാഗവും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനായിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു, അദ്ദേഹത്തെ കൊല്ലണമെങ്കിൽ ഞങ്ങൾക്ക് വളരെ സിമ്പിളാണ്, പക്ഷേ ഇപ്പോഴത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പ്രകോപനപരമായ രൂപത്തിൽ ഡൊണാൾഡ് ട്രംപ് യുദ്ധത്തിന്റെ മുന്നണി പോരാളിയായി വരികയാണ്. ഇപ്പോൾ നെതന്യാഹുവിനേക്കാൾ കൂടുതൽ ഇറാനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ ഒരു ആക്രമണത്തിന്റെ ഭാഗമായി US നേരിട്ട് പങ്കാളിയാകുമോ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച ഡൊണാൾഡ് ട്രംപും സംഘവും നടത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ആ മീറ്റിംഗിൽ ഒരു പ്രധാനപ്പെട്ട മുൻതൂക്കം വന്നത് ആക്രമണത്തിന് തന്നെയാണ് എങ്കിലും പല ആളുകളും നേരിട്ട് ആക്രമണത്തിന് ഇറങ്ങുന്നത് ശരിയല്ല, അത് അമേരിക്കക്ക് തിരിച്ചടിയാകും എന്ന തരത്തിൽ പ്രസ്താവനകൾ നടത്തി എന്നുള്ളതാണ് വിവിധ അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നത്. US കോൺഗ്രസിലും അക്കാര്യത്തിൽ ഒരു ബില്ല് കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുകയാണ്. ഇറാനുമേൽ ഒരു ദീർഘമായ യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ നേരിട്ടുള്ളൊരു യുദ്ധത്തിലേക്ക് പോകുന്നത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു ബില്ല് US കോൺഗ്രസിൽ അവതരിപ്പിക്കാനിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഇരു പാർട്ടികളും, ഡെമോക്രാറ്റിക് പാർട്ടികളും റിപ്പബ്ലിക്കൻ പാർട്ടികളും പല അംഗങ്ങളും അതിൽ പങ്കാളിയാകും എന്നും പറയുന്നു. അപ്പോൾ വോട്ട് തേടി യുദ്ധമില്ലാത്ത ഒരു അമേരിക്കയ്ക്ക് വേണ്ടി, ഫസ്റ്റ് അമേരിക്കയ്ക്ക് വേണ്ടി ഈ വോട്ട് തേടിയ ഡൊണാൾഡ് ട്രംപ് തന്നെ പശ്ചിമേഷ്യയിലെ വലിയ യുദ്ധത്തിലേക്ക് എടുത്തു ചാടുന്നു എന്ന വലിയ വിമർശനം US-നുള്ളിൽ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഇരുഭാഗത്തും വലിയ ആക്രമണങ്ങൾ തന്നെയാണ്. ടെഹ്റാനിലേക്ക് വിവിധ ഇടങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തി നിരവധി പേർ കൊല്ലപ്പെട്ടതായാണ് സൂചന. അതിൻ്റെ കൃത്യമായ എണ്ണം, എത്ര പേർ കഴിഞ്ഞ ഈ ആക്രമണത്തിൽ രാത്രിയിൽ കൊല്ലപ്പെട്ടു എന്ന് വരും മണിക്കൂറുകളിൽ മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കുക. അതേപോലെ തന്നെ ഇതാദ്യമായി ഇറാൻ ഈ ഒരു യുദ്ധത്തിൽ ഈ 6 ദിവസത്തിനിടെ ആദ്യമായി ഫത്താഹ് 1 എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിസൈൽ കൂടി ഉപയോഗിച്ചു എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്തകൾ. അത് ഏതൊക്കെ നാശനഷ്ടങ്ങളാണ് ഇസ്രായേൽ വരുത്തിയത് എന്നും നമുക്കറിയാനിരിക്കുന്നു.